കോനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല, നമ്മൾ വൈകിട്ടാണ് കേട്ടോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത്. ജപ്പാനിൽ അങ്ങനെയാണല്ലോ, രാവും പകലും ഒന്നുമില്ല. വൈകിട്ട് കണ്ടാലും ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു എന്നിരിക്കും, ഷിഫ്റ്റ് അനുസരിച്ചല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേ ഇന്നാണ് തുടങ്ങുന്നത്. പകൽ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു, കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളും കുറച്ച് പേരെ വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയാവുന്നില്ല, ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. വിഷമം മാറിയിട്ടൊന്നുമില്ല, കുറച്ച് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും അപ്പോഴാണ് നമ്മുടെ ഒരു ജാപ്പനീസ് ഫ്രണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളൊരു 3 വർഷത്തിലേറെയായി മീറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പഴയ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ജാപ്പനീസിനെ കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അതേ ആൾ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം കാണാനായിട്ട് പോവാണ്. ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഷോപ്പിങ്ങും കാര്യങ്ങളും അതിനൊക്കെ ഹെൽപ്പ് ചെയ്തതും ഒത്തിരി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ നമ്മുടെ ഈ ജാപ്പനീസ് ഫ്രണ്ടായിരുന്നു. പെട്ടിയായിട്ട് എൻ്റെ മുന്നിൽ നടന്നതൊക്കെ. അതുപോലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ച വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 6 മണിക്ക് അവിടെ എത്തണമെന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് സോബു ലൈനിൽ നിന്ന് മാറി കയറാനുണ്ട്, മിത്ത ലൈനിൽ പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന സമയത്ത് ഇവിടെ വരണം, അതുപോലെ A4 എന്ന് പറയുന്ന ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോട്ടെ. ഞാൻ ടൈമിങ് കറക്റ്റ് നോക്കിയില്ലായിരുന്നു, പെട്ടെന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പടച്ചാണ് പോയത്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴേക്കും വേർത്ത് കുളിച്ചാണ് കേട്ടോ പോയത്. അപ്പോൾ കറക്റ്റ് സമയത്തിന് ചെല്ലണം. ജപ്പാൻകാരൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 5 മിനിറ്റിന് മുന്നേ അവരെത്തും. നമ്മൾ കറക്റ്റ് സമയത്ത് ചെല്ലണം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കമ്പനിയിലൊക്കെ ആണെങ്കിലും ജോലി ചെയ്തുകൊണ്ട സമയത്ത് ഏറ്റവും നേരത്തെ തന്നെ ഞാൻ ചെല്ലുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലേറ്റ് ആകുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയായിരുന്നു. ട്രെയിനൊന്നും എങ്ങനെയും പെട്ടെന്ന് സ്പീഡിലെത്തിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ അങ്ങനെ എത്തില്ലല്ലോ, ഓരോ സ്റ്റോപ്പ് ഇറങ്ങിയല്ലേ എത്തുള്ളൂ. ലോക്കൽ ട്രെയിനാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി മോശമായി പോയല്ലോ എന്നുള്ള ഭയങ്കര അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. എന്തായാലും നമ്മൾ 6 മണിക്ക് മുന്നേ തന്നെ 5:55 ആയപ്പോൾ തന്നെ ആളുടെ മെസ്സേജ് വന്നു, അഖിൽ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിനിലാണ്, ചൊത്തമത്ത് കുറച്ച് വെയിറ്റ് ചെയ്യുമോ പ്ലീസ് എന്ന് ഞാൻ ചോദിച്ചു. ഞാനിങ്ങനെ ഒരു ട്രബിളിൽ പെട്ടുപോയി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചെവിടെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഓൾമോസ്റ്റ് ഐ എം ഹിയർ എന്ന് പറഞ്ഞു. ആൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പറയും. അതുപോലെ സൗത്ത് ഇന്ത്യൻ മൂവീസും ഒത്തിരി, നമ്മുടെ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, പിന്നെ നേപ്പാളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ മൂവീസ് എല്ലാം കാണും, ഹിന്ദി ഒക്കെ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പാണ്. അതുപോലെ ബംഗ്ലാദേശ്, അങ്ങനെ ഫോറിനേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സോബു ലൈനിൽ നിന്ന് ഇറങ്ങി ഇനി മിത്ത ലൈനിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആയിട്ടോ. ഞാൻ തല്ലിപ്പടച്ച് ഓടി വന്നതിൻ്റെ ഇടയ്ക്ക്, അതിനിടയ്ക്ക് സുയിക്ക എനിക്ക് ചാർജ് ചെയ്യണമായിരുന്നു. ഇങ്ങനെ റഷ് ചെയ്ത് ഒരാൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. പക്ഷേ അങ്ങനെ അവിടെ പെട്ടുപോയി. ഇനി ഇവിടെ നിന്ന് മാറി കയറാനായിട്ട് പോവുകയാണ്. ആകെ പെട്ടുപോയിട്ടോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ മാറി കയറണമെന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. എന്നോട് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ പറ്റിപ്പോയി. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, മൂഡ് ശരിയാകാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ ഓടിയാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഓടിപ്പോയിട്ട് ആദ്യം കിട്ടുന്ന ട്രെയിൻ തന്നെ പോയിട്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തണമല്ലോ. ഇവിടെയൊക്കെ ഭയങ്കര ഓട്ടമായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ മുമ്പിൽ കുറേ പേര് ഓടി പോകുന്നുണ്ടായിരുന്നു ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ചെന്നപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒരു ട്രെയിൻ പോയി, ഇപ്പറേ ട്രെയിനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും സമയം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനുകളൊക്കെ ഒന്നുകൂടെ നോക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമുക്ക് 3 സ്റ്റേഷനുണ്ട് കേട്ടോ. സെങ്കോക്കു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ ട്രെയിനിലാണെങ്കിൽ ഫുൾ ആൾക്കാരായിരുന്നു. അങ്ങനെ കയറി അവിടെ നമ്മുടെ ജാപ്പനീസ് ഫ്രണ്ടിനെ കണ്ടു. ആൾ സൈക്കിളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. ജാപ്പനീസ് ഫ്രണ്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. റീസണബിൾ റേറ്റിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും. കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്നെ കഴിപ്പിക്കാൻ വേണ്ടി വീഡിയോസൊക്കെ എടുക്കാമല്ലോ, അതിന് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 2 വർഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ വെച്ച് ഞാൻ മെസ്സേജ് അയച്ചാലും അങ്ങനെ കാണുന്നൊന്നുമില്ലായിരുന്നു. ഭയങ്കര ബിസി ലൈഫല്ലേ ഇവർക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കണ്ടാണ് മനസ്സിലാക്കിയത് ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ. വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു, നമുക്കങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്രോസൊക്കെ ചെയ്ത് പോവാണ്. നല്ല തിരക്കുള്ള ഏരിയ ആട്ടോ ഇത്. എൻ്റെ മൈൻഡിൽ എപ്പോഴും ഷിൻജുക്കു അങ്ങനെയുള്ള ഭാഗമാണ് ഏറ്റവും തിരക്കുള്ള ഏരിയ എന്നാണ്. പക്ഷേ പല സ്റ്റേഷനുകൾ, വലിയ സ്റ്റേഷനുകളൊക്കെ നല്ല തിരക്കുള്ള ഏരിയകളാണ്. ഇങ്ങോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. കുറച്ച് നടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അഖിലെ കുറച്ച് നടക്കാനായിട്ട് ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചായിരുന്നു. ആളുടെ ഫേവറേറ്റ് ഫുഡ് കിട്ടുന്ന ഷോപ്പ് അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇറഗുലറായിട്ട് ചിലപ്പോൾ അങ്ങനെ അടച്ചിടാറുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോപ്പും കൂടി കയറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു, നല്ല രസമാണ്, നല്ല ക്യൂട്ടായിരുന്നു. സ്റ്റേഷനിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് മനസ്സിലായത് കണ്ടപ്പോൾ.
അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി, എന്നിട്ട് അങ്ങോട്ട് നടന്ന് പോവാണ്. ട്രഡീഷണൽ ഫുഡുകളും കുറേ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദറും ചുമ്മാ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോകാനായിട്ട്. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലെത്തി. ഒത്തിരി ജാപ്പനീസ് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ അങ്ങനെ കയറി. അപ്പോൾ അവിടെ നമ്മളെ സ്വാഗതമൊക്കെ പറഞ്ഞു, നമ്മളവിടെ ഇരുത്തുവാണ്. കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമുക്ക് സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് വരാൻ പറഞ്ഞു, ദോസമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അകത്തേക്ക് ചെന്നു. ഞങ്ങൾ ഇതിന് മുന്നേയും ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഓരോ ക്യാബിൻ പോലെയൊന്നും അല്ല, എല്ലാവരെയും നമുക്ക് കാണാൻ കഴിക്കുന്നതും എടുക്കുന്നതൊക്കെ. അപ്പോൾ വീഡിയോസ് എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്തായാലും ഉണ്ടാവും. അതെൻ്റെ അടുത്ത് എന്തായാലും ജാപ്പനീസ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ മാത്രം എടുത്താൽ മതി, അധികം അങ്ങ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് സെൽഫി സ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് ജാപ്പനീസ് ഫ്രണ്ടിന് വന്ന ഫുഡാണ് കേട്ടോ. കറ്റ്സോനോ തത്താക്കി എന്നാണ് ഈ ഫുഡിൻ്റെ പേര്. നമ്മുടെ ചൂരമീനില്ല, അതിൻ്റെ പുറംഭാഗം മാത്രം നല്ല ശക്തിയായിട്ട് തീയിൽ അല്പം ചുട്ടെടുത്തിട്ട് ഉൾഭാഗം മാത്രം ഇങ്ങനെ നല്ല പച്ചയായിട്ടിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു അത്. പിന്നെ ഈ ബൗളിൽ കാണുന്ന റാഡിഷ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മത്തി കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞി പിരാന്നുള്ള അതിൻ്റെ കണ്ണാണ് കേട്ടോ കറുത്ത് കറുത്തിരിക്കണേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫുഡും റെഡിയായി. ഷിരാസു ഒറോഷി വിത്ത് ഗ്രേറ്റഡ് റാഡിഷ് ആൻഡ് മത്തിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ പിന്നെ 2 വലിയ ചെമ്മീനുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ, അതിനകത്ത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഇങ്ങനെ നല്ലോണം മുരിയിച്ചെടുത്തായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ആദ്യം റൈസ് കഴിക്കണോ അതോ നമ്മുടെ കൊഞ്ചെടുത്ത് കഴിക്കണോ അതോ അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും വെജിറ്റബിൾ കുറച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചിരി വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ചോദിച്ചു എവിടെ ഇത് തുടങ്ങണ്ടേന്നാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് വെജിറ്റബിളിനോട് വലിയ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതെന്തോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വൈകിട്ട് ഞാൻ നല്ലോണം വിശന്നിട്ടാണ് വന്നത്. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പോടുകൂടി തന്നെ വരണമെന്ന്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജിൽ. അങ്ങനെ വന്നു, അത് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3-4 പീസൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പ് പിന്നെ മിസോ സൂപ്പായിരുന്നു കേട്ടോ, നല്ല ആവി വറുക്കുന്ന മിസോ സൂപ്പ്. ഓയിസ്റ്റർ സൂപ്പ് വേണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്കത് പോവില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്കത് ശരിയാവത്തേ ഇല്ല, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ എനിക്കത് പിടിക്കില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ സാധനമില്ല, നമ്മുടെ ചൂര അകം വേവാതെ ഇങ്ങനെ പുറം മാത്രം നല്ല ശക്തിയിലൊന്ന് ചുട്ടെടുത്തത് അതാട്ടോ അതിൻ്റെ ഒരു പീസാണ്. എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. സുഷി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല പച്ച പോലെ ഇരിപ്പുണ്ടായിരുന്നു, അകം പച്ചയാണ്. പക്ഷെ എനിക്കത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് ചോപ്സ്റ്റിക്ക് കൊണ്ട് എടുത്തിട്ടും എനിക്ക് അങ്ങനെ അങ്ങ് കിട്ടുന്നില്ലായിരുന്നു. കുറേ പണിപ്പെട്ടിട്ടാണ് എടുത്തത്. അങ്ങനെ കഴിച്ചു നോക്കി. എനിക്ക് സുഷി കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് തോന്നിയത്. എന്തോ ഒരു പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് റൈസും കൂടി എടുത്ത് അതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് ഒതുക്കി വിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും ഇങ്ങനെ മുന്തി നിൽക്കുമ്പോൾ എനിക്ക് വല്ല ഓക്കാനം വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. എന്തോ ഒരു നമ്മൾ പച്ചയിറച്ചി തിന്നില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. എങ്ങനെയുണ്ട്, ഓയിഷിയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ തലയാട്ടി അങ്ങ് സെറ്റാക്കി. ഇച്ചിരി സൂപ്പും കൂടി കുടിച്ച ആ ടേസ്റ്റ് അതങ്ങ് ഞാൻ മറന്നു കളഞ്ഞു. ആ ഒരു ഇറങ്ങിപ്പോയ സാധനത്തിനെ അങ്ങ് മറന്നു കളഞ്ഞു. പിന്നെ കുറച്ച് റൈസും കൂടി ഞാൻ കഴിക്കുകയാണ്. എനിക്കിവിടെയാണ് താമസിക്കുന്നതെങ്കിലും പച്ചമീൻ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ചിലതൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ട്രഡീഷണൽ രീതിയിൽ ആൾ സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ടോ, ഓരോന്ന് അത് സോസിൽ മുക്കി ഇങ്ങനെ എടുത്ത് ഓരോരോ കഷ്ണങ്ങളായിട്ട് നല്ല വൃത്തിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനോ അക്കായിക്ക വെക്കുമ്പോൾ ഇട്ടിട്ട് കഴിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇത് കഴിക്കണം അത് കഴിക്കണം അങ്ങനെയുള്ള കൺഫ്യൂഷനിൽ വെച്ചിട്ടാണ് എനിക്കിത് എവിടെ തുടങ്ങണം എവിടെ തീർക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ്. ആൾ ഇടയ്ക്ക് റൈസും ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ എബി കൊഞ്ചില്ലേ, വലിയ 2 കൊഞ്ച് നല്ല മുരിഞ്ഞായിരുന്നു കേട്ടോ, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. സോസിൽ മുക്കിയിട്ട് അതിൻ്റെ ചോപ്സ്റ്റിക്കിൽ അത്ര ശരിയാവുന്നില്ല. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു എന്നാൽ സോസ് എടുത്ത് എബിയിലേക്ക് പുരട്ട്, എന്നിട്ട് അങ്ങനെയും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോപ്സ്റ്റിക്കും കൊണ്ട് സോസ് എടുത്ത് എബിയിലേക്ക് പുരട്ടുകയാണ്. അതിലും ഭേദം മറ്റേത് തന്നെ ആയിരുന്നു. പക്ഷെ അത് വലുതായതുകൊണ്ട്, വലിയ 2 കൊഞ്ചായതുകൊണ്ട് അത് ചോപ്സ്റ്റിക്കിൽ ഇരിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും അത് ചോപ്സ്റ്റിക്ക് കൊണ്ട് എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചായിട്ട് കഴിച്ചു. അകത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അവർ അപ്പം തന്നെ ഉണ്ടാക്കി കൊണ്ടിരുന്നതല്ലേ, ഫ്രൈ ചെയ്ത് കൊണ്ടിരുന്നതല്ലേ, അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ചോറും കൂടി ഞാൻ കഴിച്ചു. എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ കണ്ടോ ഭയങ്കര ചൂടായിരുന്നു ഉള്ളിൽ, നല്ല പൊള്ളലുണ്ടായിരുന്നു. ഞാനിങ്ങനെ തുറന്ന് ഇങ്ങനെ ഊതി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അടിപൊളിയെന്ന് പറഞ്ഞു. ആ സോസാണ് കേട്ടോ എബി ഫ്രൈക്ക് ഏറ്റവും നല്ലത്.
ഞാൻ ആ മുക്കിയെടുത്തില്ലേ വെള്ള കളറിലുള്ളത്, അത് ടാർട്ടർ സോസ്, മയോണൈസ്, വേവിച്ച മുട്ട ഇതൊക്കെ ചേർത്തിട്ട് ഉള്ളി പിക്കിൾസൊക്കെ ചേർത്ത് നല്ല ക്രീമി ആയിട്ടുണ്ടാക്കുന്ന സോസാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം അതിങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫ്രൈ ചെയ്ത കൊഞ്ചില്ലേ, അത് സോസ് അല്ലെങ്കിൽ നമ്മുടെ കൂണില്ലേ, കൂണൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പയ്യെ പയ്യെ സ്പീഡ് കൂടി തുടങ്ങി. അത് ഞാൻ പകുതി കഴിക്കാറായപ്പോഴത്തേക്കും ജാപ്പനീസ് എല്ലാം അത്യാവശ്യം കഴിച്ച് നല്ല വൃത്തിയായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എബി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി വന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മുട്ടക്രോസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പുറകിലായിപ്പോൾ. അപ്പോൾ അങ്ങനെ എബി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നോട് 3 വേണമെന്നായിരുന്നു ആദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മതി എന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ വലിപ്പമൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരുപാട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകില്ലേ. കഴിവതും ഫുഡ് വേസ്റ്റ് ആക്കാതെ കഴിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിൽ വൃത്തിയായിട്ട് കഴിക്കണം എന്ന്. ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കുമ്പം ഒരു മണി അരി പോലും ചോറ് പോലും അവിടെ വെക്കാതെ അങ്ങനെ ഞാൻ കഴിക്കാറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവബഹുലമായി പോയിട്ടോ. സൂപ്പ് കുടിച്ചു. ലാസ്റ്റാണ് സൂപ്പ് കുടിച്ച് തീർത്തത്. പിന്നെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങനെ എന്താ റാൻഡമായിട്ട് ഇങ്ങനെ ചുമ്മാ എല്ലാം വാരി കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ക്രമം അറിയത്തില്ല, എന്താണ് സ്റ്റാർട്ടർ, എന്താണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ തീരുന്നത്. അങ്ങനെ ജാപ്പനീസ് ഫുഡിൻ്റെ അങ്ങനെ ഒരു ടെക്നിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു എബിയും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ എബിയുടെ തന്നെ സ്പെഷ്യൽ സോസിൽ മുക്കിയും കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മറ്റേ ക്യാബേജൊക്കെ അരിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ ഫ്രൈ ചെയ്ത കൊഞ്ചിനകത്ത് കുറച്ച് സോസ് ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ കഴിക്കണ്ടേ. എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു, ഞാൻ പിന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സോസ് ഒഴിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ ചെയ്യേണ്ട പരിപാടിയായിരുന്നു ഇത്. സോസൊക്കെ ചേർത്ത് വെക്കൽ, മുക്കി കഴിക്കാനുള്ള സോസൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കൽ, പിന്നെ മുക്കി കഴിക്കൽ, അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു സോസിലും ഇത് ആക്കിയപ്പോഴത്തേക്ക് ആ ടേസ്റ്റേ മാറിപ്പോയി. 2 സോസും കൂടി ആയല്ലോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഇപ്പോഴും നല്ല ചൂടൊക്കെ ഉണ്ട്. അങ്ങനെ ചൂടാറിയിട്ടൊന്നുമില്ല, അകത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ചോറും എബിയായിട്ട് മാറി മാറി കഴിച്ചങ്ങ് തീർക്കുകയാണ്. പിന്നെ സൂപ്പും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ആ സൂപ്പും കൂടി കുടിച്ചങ്ങ് തീർക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഇലകളും ചെറിയ ചെറിയ മറ്റേ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ സൂപ്പിനകത്തൊന്നും നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. ഇത് നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പ് നല്ല ചൂടോടുകൂടി കുടിക്കണം. ഞാൻ പിന്നെ ഷൂട്ടിങ്ങും അതിൻ്റെ ഒപ്പം കഴിക്കലും കൂടി ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരുമിച്ചൊക്കെ കഴിച്ച് തീർക്കണം. അതിൽ ഇത്തദാക്കിമാസ് ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. അതുപോലെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്ദി പറയും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ജപ്പാനിൽ. ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതങ്ങനെ കഴിക്കും, ഇതിങ്ങനെ കഴിക്കും, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടായിരുന്നു. അതെനിക്കത്ര ആദ്യത്തെ ഇതില്ലേ, നമ്മുടെ ഗ്രേറ്റഡ് റാഡിഷും കുഞ്ഞു മീനുകളും ഉള്ളത്, അത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത്, മത്തിക്കുഞ്ഞുങ്ങളും ഗ്രേറ്റഡ് റാഡിഷും. അപ്പോൾ അത് ഞാൻ ആളോട് കഴിച്ചോളാനായിട്ട് പറഞ്ഞു. അതപ്പോൾ ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കിയിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആളെടുത്ത് ബാക്കി കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് കഴിച്ച് തീർക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അപ്പുറത്തെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് ലേറ്റായിപ്പോയി. ജാപ്പനീസ് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ്. എൻ്റെ കണ്ടോ കരിമ്പ് തോട്ടത്തിൽ ആന കയറിയ പോലെ. അപ്പുറത്തെ പ്ലേറ്റിലൊക്കെ നോക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഭയങ്കര ക്രിസ്റ്റൽ ക്ലീനാണ്, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കേരള ഫുഡ് കഴിക്കുമ്പോൾ ആളിങ്ങനെയാണ് കേട്ടോ, എന്നെക്കാളും നല്ല വൃത്തിയായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് ഇരിക്കുവാണ്. വയറ് പെട്ടെന്ന് ഫുള്ളായിട്ടോ. ജപ്പാനിൽ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി നടക്കാനുള്ളൂ, ഭയങ്കര മടിയാവും. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും സൈഡിൽ കണ്ട കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇരിക്കുന്നത് കണ്ടു. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റും, ചെറിയ ചെറിയ പലഹാരങ്ങളില്ലേ, അത് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാം. അപ്പം ഞങ്ങൾ ഒരെണ്ണം അതും മേടിച്ചു. ഇനി നമ്മൾ ട്രാമിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. ട്രാം വഴി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല തമാശയായിരിക്കും, മോഷിരോയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ നടന്നു പോവാണ്, ട്രാം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അതിൽ കൂടെ ഒരെണ്ണം പോകുന്നുണ്ടായിരുന്നു. രാത്രി ഇതിൽ കൂടെ പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ, കുറേ കാഴ്ചകളൊക്കെ കാണാം. ട്രാമിൽ ഞാൻ ഒരിക്കലും കയറിയിട്ടുണ്ട്, ആ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ടോക്കിയോയിൽ ഇങ്ങനെ ഈ ഒരു ഇത്രയും വലിയ സിറ്റിയിൽ നമ്മൾ ട്രാമിൽ കയറി യാത്ര ചെയ്യുന്നത്, അതും രാത്രി. അടിപൊളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രാം സ്റ്റേഷനിലെത്തി. ട്രാം സ്റ്റേഷൻ ആയിരിക്കും പറയണേ, റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ അവിടെ എത്തി. അപ്പം നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കുന്ന സൗകര്യം അല്ല ഇവിടെ, IC കാർഡാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വേറെ അല്ലാതെ മറ്റേ ടിക്കറ്റ് എടുക്കുന്ന കിപ്പൊന്നും എടുക്കുന്ന സ്ഥലമൊന്നും കണ്ടൊന്നുമില്ല. അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അപ്പുറമൊക്കെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്റ്റേഷനിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ആ പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് മധുരമുള്ളതാണ് കേട്ടോ, അമ്മായി എന്ന് പറയും. അപ്പം മധുരമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഊണ് കഴിഞ്ഞൊരു മധുരം ആവാം
അപ്പോൾ എന്തായാലും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല പൂച്ചക്കുട്ടിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുത്തു ഷെയർ ചെയ്ത് കഴിക്കാമെന്നാണ് പറഞ്ഞത്. 300 ജാപ്പനീസ് തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ വില. അപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അഖിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അങ്ങനത്തെയൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുതിയ പുതിയ സാധനങ്ങളൊക്കെ എന്നെ പരിചയപ്പെടുത്താനൊക്കെ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് പബ്ലിക്കായിട്ട് തന്നെ ഞങ്ങൾ കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചെറുതല്ലേ, അപ്പം അങ്ങനെ ഇരുന്നൊക്കെ ചെറിയ ചെറിയ ഫുഡുകളൊക്കെ പബ്ലിക്കായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ജപ്പാനിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ട് ഓടിക്കൊണ്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്നാലും അങ്ങനെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിരുന്നു പിടിച്ച് നോക്കിയപ്പോൾ. അത് എടുത്തപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ട്രാൻ വന്നു. അപ്പോൾ എന്തായാലും ട്രാം തെറ്റിപ്പോയി. അപ്പോൾ ട്രാം വന്നു. അപ്പോൾ എന്തായാലും ട്രാമിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി. അത് പെട്ടെന്ന് പാക്ക് ചെയ്യുവാണ് കേട്ടോ. പാക്ക് ചെയ്തിട്ട് എങ്ങനെയും കയറണമല്ലോ എന്ന് ഓർത്തിട്ട് അതിനകത്ത് കയറ്റി വെച്ച് ഞങ്ങൾ ട്രാമിൽ കയറി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ ഫ്രണ്ടിൽ കൂടെ കേട്ടോ കയറുന്നത്, നടുക്ക് ഇതുണ്ടല്ലോ അതിൽ കൂടെ അല്ല കയറുന്നത്, ഫ്രണ്ടിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ ട്രാമിൽ കയറുവാണ്. IC കാർഡ് വെച്ചിട്ട് നമ്മളവിടെ ടച്ച് ചെയ്തു, എന്നിട്ട് കയറി. അപ്പോൾ നേരെ ആ ഏറ്റവും മൂലയ്ക്കില്ല അവിടെ പോയി നിന്നിട്ട് കുറേ കാഴ്ചകൾ കാണാമല്ലോ, നിന്ന് കാണാൻ ഇരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു വേറെ ട്രാമുകൾ പോകുന്നതും. അതുപോലെ നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ബസ്സും വേറെ വണ്ടികളൊക്കെ പുറകിലൊക്കെ വരുന്നില്ലേ, അതുപോലെ തന്നെ ഇങ്ങൊക്കെയുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നിന്നു. പിന്നെ ട്രാം പോകുന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ ചിലപ്പോൾ അത് സിഗ്നലിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും കാറൊക്കെ ട്രാം വരുന്ന അതേ വഴി കൂടെ തന്നെ ട്രാമൊക്കെ കാറ് കയറി വരുന്ന കാണാം. അപ്പം അങ്ങനെയൊക്കെ നല്ല ആശ്ചര്യം തോന്നും കേട്ടോ എനിക്ക്, ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ ഈ സിറ്റിയുടെ നടുക്കോടെ അല്ലേ ഇത് പോകുന്നത്. പിന്നെ ഇരുണ്ട സ്ഥലങ്ങൾ, കടകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പം പ്രത്യേകം ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ അവിടെയൊക്കെ കാണുന്ന വീടുകളൊക്കെ കേട്ടോ, വീടുകൾ, ബാർബർ ഷോപ്പ്, അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അയ്യോ അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി, അത്രയും അടുത്തേ. അങ്ങനെ പിന്നെ കുറേ സിറ്റി ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ അത് ഇതൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇനി നടന്നു പോകാനുണ്ട് കേട്ടോ, നടന്ന് കുറച്ച് ദൂരം അങ്ങ് പോകണം. അങ്ങനെ നടന്നു പോയിട്ട് നമ്മൾ നേരത്തെ സൈക്കിൾ വെച്ചിട്ട് വന്നില്ലേ, അങ്ങോട്ടാണ് എത്തേണ്ടത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ വെച്ച് ഫുഡ് കഴിച്ചില്ലായിരുന്നല്ലോ, ഈ ഒരു സ്വീറ്റ്. അപ്പോൾ ഈ സ്വീറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഇങ്ങനെ നുള്ളി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നുള്ളി എടുക്കണ്ട, അത് കടിച്ച് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ജാപ്പനീസും ഒന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഒരു ബൈറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കടിച്ച് കഴിച്ചു. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ നല്ല മധുരമായിരുന്നു. അകത്ത് കണ്ടോ ഒരു പ്രത്യേക കളറിലൊരു പർപ്പിൾ, ഒരു ലൈറ്റ് പർപ്പിൾ കളർ പോലത്തെ ഒരു ഇത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമായിരുന്നു. എനിക്ക് ചമ്മലും വന്നു. അപ്പോൾ അങ്ങനെ ബാക്കി ആൾക്ക് തന്നെ കൊടുത്തു. ആൾ അത് ഫുള്ളും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വയറ് ഫുള്ളായിട്ടിരിക്കണോണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വേറൊരു ട്രാമൊക്കെ ഇങ്ങനെ വന്നു പോയി, അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്തു. ഇനി നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു സ്ട്രീറ്റാണ് ഇത്, മുത്തശ്ശിമാരുടെ ഹരാജുക്കു എന്നാണ് ഈ സ്ട്രീറ്റിനെ പറയുന്നത്. ഇവിടെ മുഴുവൻ മുത്തശ്ശിമാരാണ്. അപ്പോൾ ഈ സമയത്തല്ല, പകൽ സമയത്തൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് മുത്തശ്ശിമാരെയൊക്കെ കാണാമെന്നാണ് പറയുന്നത്. ഒബാച്ചാനോ ഹരാജുക്കു എന്നാണ് പറഞ്ഞത്. ഒബാച്ചാൻ എന്ന് പറയുന്ന മുത്തശ്ശി എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഇങ്ങനെ നടന്നു പോയ സമയത്ത് കുറച്ച് ഫുഡുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വെച്ചേക്കണം കണ്ടു. ഇത് മധുരമുള്ളതും മധുരം ഇല്ലാത്തതായിട്ടുള്ള ഫുഡുകളുണ്ട് ഇതിനകത്ത്. സ്ട്രോബെറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നിങ്ങനെ പോയപ്പോഴേക്കും ഒരു അമ്പലം കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. റീൽസൊക്കെ പിടിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു, നല്ല സമാധാനമുള്ള സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ അത് കണ്ടു. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അമ്പലം, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നി, ഇനി വീഡിയോസിലാണോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കൈ കഴുകാനുള്ള സൗകര്യം, നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടാണല്ലോ അവിടെയൊക്കെ തൊഴേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള പിന്നെ കുറച്ച് ലാന്തേൺസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ സൈക്കിളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ കോയിനൊക്കെ ഇട്ട് സൈക്കിൾ തിരിച്ചെടുത്തിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കോട്ടെ, അവിടെ നിന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.